ോടെ എരുമേലിയിൽ വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ഹിന്ദു സംഘടനകൾ മുന്നോട്ടു പോവുകയാണ്. ക്ഷേത്രത്തിന്റെ ബാലാലയ പ്രതിഷ്ഠ നടന്നു. വാവരുപള്ളിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പൂജകൾ നടന്നത്. ഹൈക്കോടതി നേരത്തെ ക്ഷേത്ര നിർമ്മാണം നിർത്തിവെപ്പിച്ച ഭൂമിയിലാണ് പൂജകൾ നടന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. महाबाहु श्रीदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूत दयापर रक्ष रक्ष महाबाहु श्रीदुभ्यं नमो नमः श्रीभूतनाथ सदानंद बाहु श्रीदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्व महाबाहु श्रीदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूबाहु श्रीदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूतदया श्रीदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूतदयावर रक्षदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूतदयावर विशालनयनं शार्दूलधर्माम्बरं कांसुं वामगडितडागर्पितकरं श्रीशास्त्रे संसेवाक्यं भजे स्वामी स्वामी शरणमय्यप्पा स्वामी शरणमय्यप्पा 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 स्वामी शरणं स्वामी शरणं शरणमय्यप्पा शरणं स्वामी शरणं स्वामी अय्यप्पा ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമി ഞങ്ങൾക്ക് ശരണമയ്യപ്പ ഗുരു സ്വാമിയേ सरस्वती देवी सद्गुरुनाथन शबरिमल धर्मशास्त्रावे रक्ष रक्ष महाबाहु शास्त्रेदुभ्यं नमो नमः शास्त्रेदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूतदयावर रक्ष रक्ष महाबाहुनाथ सदानंद सर्वभूतदयावर रक्ष रक्ष महाबाहु शास्त्रेदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूतदयावर शास्त्रेदुभ्यं नमो नमः श्रीभूतनाथ सदानंद सर्वभूतदयावर. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. നമുക്കൊപ്പം സജിത്ത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണം തടഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ നടക്കുന്ന പൂജ കൂടിയാണ്. പക്ഷേ ഈ ക്ഷേത്ര നിർമ്മാണം ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ മെറിറ്റിലല്ല, പഞ്ചായത്തിൻ്റെ കെട്ടിട അനുമതി ലഭിച്ചില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തിയുമല്ല. അതുകൊണ്ട് തന്നെ നിയമലംഘനം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഏത് രീതിയിൽ കാണണം? നിയമലംഘനം തീർച്ചയായും അത് നടന്നിട്ടുണ്ട് എന്ന് പറയുക വയ്യ. കാരണം കോടതി തടഞ്ഞത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ ക്ഷേത്ര നിർമ്മാണം നടന്നു എന്ന സാങ്കേതിക കാരണമാണ്. ഇതാണ് ഈ ഹിന്ദു സംഘടനകളുടെയും മറ്റും വാദം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറുത് നടത്തിയിരുന്നത് പൊളിച്ചു കളഞ്ഞ ശേഷം അവിടെ പൂജയടക്കമുള്ള ഈ വിശ്വാസപ്രകാരമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നവിടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചില പൂജകളാണ് നടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തും. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും
എരുമേലിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പുതിയ നീക്കത്തിനും വലിയൊരു വിവാദത്തിനും കൂടിയാണ് ഇതോടെ തുടക്കം വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടതുപോലെ വാവറിന് ബദലായി അയ്യപ്പ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമല വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും വിരുദ്ധമായി വാപുര എന്ന ഒരു പുതിയ സങ്കല്പം കൂടി ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിന് ഹിന്ദു പുരാണങ്ങളിൽ കൃത്യമായ പരാമർശമുണ്ട് എന്നതാണ് BHPയും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ വാദിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്താണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ഇത്തരമൊരു നിർമ്മാണം നടക്കുന്നത്. എരുമേലിയെ സംബന്ധിച്ച് എരുമേലിയിൽ ഈ വാവരപള്ളിക്ക് സമീപം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ക്ഷേത്ര നിർമ്മാണം. അതിൻ്റെ ഭാഗമായുള്ള പൂജകൾ ഇന്ന് നടന്ന ഈ സ്ഥലം എന്നതാണ് പ്രത്യേകത. സ്വാഭാവികമായും എരുമേലിയിൽ വന്നു പോകുന്ന വിശ്വാസികൾ നാളുകളിൽ ഈ വാപുര ക്ഷേത്രത്തിലും വന്നു പോകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ഇതിൽ ആദ്യ ദിവസങ്ങളിൽ ഈ വാവർ സങ്കല്പത്തെ തന്നെ പൂർണ്ണമായി എതിർത്ത ഹിന്ദു സംഘടനകൾ പിന്നീട് ആ സങ്കല്പം അതേപടി നടന്നോട്ടെ, പക്ഷേ വാപുര ദേവനുമുണ്ട്, അതുകൊണ്ട് വാപുര സ്വാമിയിലേക്കും ഭക്തർ വരട്ടെ, അതുകൊണ്ട് എല്ലാ സങ്കല്പങ്ങളും അംഗീകരിക്കപ്പെടട്ടെ എന്നൊരു നിലപാടിലേക്ക് പിന്നീട് ഹിന്ദു സംഘടനകൾ വരികയാണ് ചെയ്തത്. എന്തായാലും ആ നടപടിക്രമങ്ങളുമായി അവിടെ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ അതിന് മറ്റ് എതിർപ്പുകളോ മറ്റ് നീക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എരുമേലി എന്നത് ഒരു മതമൈത്രിയുടെ പ്രതീകമായി അറിയപ്പെടുന്ന ഇടമാണ്. ശബരിമല വിശ്വാസത്തിൻ്റെ തന്നെ പ്രാധാന്യമുണ്ടാവുന്നതും ഈ മതമൈത്രി കൂടി അതിൻ്റെ അകത്ത് ചേരുമ്പോഴാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരമൊരു സങ്കല്പം വാവരല്ല മറിച്ച് വാപുര എന്ന ഒരു ഹിന്ദു ദേവനാണ് അതിൻ്റെ ഭാഗമാവുന്നത് എന്ന ഒരു വിശ്വാസ സംഹിത ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട് എന്നതാണ് ഹിന്ദു സംഘടനകൾ ഉയർത്തുന്ന വാദം. ഇത് യഥാർത്ഥത്തിൽ ഇത്തരമൊരു വിവാദത്തിലേക്ക് വരുന്നത് ഹൈക്കോടതിയിലെ നിയമ നടപടികളോടെയാണ്. തിരുവനന്തപുരം സ്വദേശിയായ ജോഷി എന്ന വ്യക്തിയുടെ സ്ഥലത്താണ് വാവൂർപള്ളിക്ക് സമീപത്തുള്ള ഈ സ്ഥലത്താണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തുടക്കമിട്ടിരുന്നത്. പക്ഷേ ഇതിനെതിരെ ഒരു സ്വകാര്യ ഹർജി കോടതിയിലെത്തുന്നു. ഈ ഹർജിയിൽ പിന്നീട് എരുമേലി പഞ്ചായത്തിനോട് കോടതി വിശദീകരണം ചോദിക്കുന്നു. എരുമേലി പഞ്ചായത്ത് വിശദീകരിച്ചത് പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് അവിടെ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് എന്ന കാര്യമാണ്. ഒടുവിൽ ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ഈ ക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു കളയണം, കാരണം അനുമതിയില്ലാതെ ഒരു തരത്തിലുള്ള നിർമ്മാണവും പാടില്ല എന്ന വാദമാണ്. ഈ VHP വാദിച്ചത് തങ്ങൾക്കിതിൽ പങ്കില്ല, ഈ ക്ഷേത്ര നിർമ്മാണം തങ്ങൾക്ക് പങ്കില്ല എന്ന വാദമാണ് VHP നേരത്തെ ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ പൂജാ നടപടിക്രമങ്ങളിലൊക്കെ VHPയുടെയും RSSൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യമൊക്കെ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ്. വിജി തമ്പി VHP വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം ഭാർഗവറാമം അടക്കമുള്ള RSSൻ്റെയും മറ്റ് ഹിന്ദു സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ ചടങ്ങിൽ അവിടെ പങ്കെടുക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നതുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഇനി തങ്ങൾ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുമെന്ന സൂചന നേരത്തെ തന്നെ ഹിന്ദു സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ അതായത് സജിത്ത്, ഇതിനകത്ത് ആദ്യം താൽക്കാലിക നിർമ്മാണം തുടങ്ങുന്നു, പൂജാ സാധനങ്ങൾ വെക്കാനുള്ള കെട്ടിടങ്ങൾ, ഒരു താൽക്കാലിക കെട്ടിടമടക്കമുണ്ടാകുന്നു. കോടതി ഇടപെടുന്നതിന് ശേഷം ഇത് പൊളിച്ചു നീക്കി എന്നുള്ള ഒരു അറിയിപ്പും വരുന്നു. അതായത് അപ്പോഴാണ് കോടതി ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ പോലീസിന് അതിനകത്ത് ഇടപെടാം എന്നുള്ളൊരു നിർദ്ദേശം എരുമേലി പോലീസിന് നൽകുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ കെട്ടിടാനുമതിയുടെ വിഷയമാണ് ഒരു വശത്തെങ്കിൽ, മറുവശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഇത് കടന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊവോക്കിങ്ങിലേക്ക് കടന്നാൽ പോലീസിന് ഇടപെടാം എന്നൊരു ക്ലോസ് കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെയുണ്ട്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടാം. ഹൈക്കോടതിയിൽ നേരത്തെ ഹർജി കൊടുത്തവർക്ക് തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണെങ്കിൽ പോലും ഈ ഒരു സെന്റിമെന്റ്സ് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ വീണ്ടും സമീപിക്കാനുള്ള ഒരു സാധ്യത അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ? അപർണ, ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടിന് ഇടവയ്ക്കുമോ എന്ന ചോദ്യമാണ്. വാവര എന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു ആലോചനകൾ, ചർച്ചകൾ നടക്കുമ്പോൾ അത് ഇരു മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു സംഘർഷത്തിന് ഇടവയ്ക്കുമോ എന്നതാണ്. പക്ഷേ നിലവിൽ അത്തരം സംഘർഷ സാധ്യതകളിലേക്കൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 സംഘം എരുമേലിയിൽ നടത്തിയ സന്ദർശനത്തിൽ അവിടുത്തെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയതിൽ എരുമേലിയിലെ മതമൈത്രി തകർക്കുന്ന ഒരു നീക്കവും ഉണ്ടാവില്ല എന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ അടക്കം നിലപാടെടുക്കുന്നു, അവിടുത്തെ പ്രദേശവാസികൾ നിലപാടെടുക്കുന്നു. അതുകൊണ്ട് മതമൈത്രിയുടെ പ്രതീകമായി എരുമേലി തന്നെ മുന്നോട്ട് പോകും. മറ്റ് ചിന്തകളും മറ്റ് തർക്കങ്ങൾക്കുമൊന്നും അതിൽ ഇടമുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഹിന്ദു സംഘടനകളുടെ നീക്കം അത് തൽക്കാലം ഒരു വിവാദത്തിന് ഇടവെക്കാത്ത തരത്തിൽ വാവർ പള്ളിയും ആ രീതിയും അവിടെ നിൽക്കട്ടെ, മറിച്ച് വാപുര ക്ഷേത്രം മറുവശത്ത് നിർമ്മാണം നടത്തും എന്ന വാദവുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ സ്വകാര്യ വ്യക്തി തന്നെ നടത്തിയ നിർമ്മാണം, ഇനി അങ്ങോട്ടേക്ക് ഞങ്ങളതിന് പിന്നിലുണ്ട് എന്ന വാദം ഉന്നയിച്ച്
ഹിന്ദു സംഘടനകൾ ഏറ്റെടുക്കുന്നു എന്നൊരു പ്രതീതിയാണ് പൊലിവിൽ കാണാൻ കഴിയുന്നത്. അതാണ് ഇവരുടെയൊക്കെ സാന്നിധ്യവും വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ശബരിമല വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലും ഈ വാവർ സ്വാമി എന്നൊരു സങ്കല്പമില്ല. അത്തരമൊരു മുസ്ലിം സുഹൃത്ത് അയ്യപ്പൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല, ആ വാദം തെറ്റ് എന്നതൊക്കെ ഈ ചർച്ചാവേളയിലൊക്കെ ഹിന്ദു സംഘടനകൾ ഉയർത്തിയ തീവ്ര ഹിന്ദു നിലപാടുള്ളവർക്ക് മതനിലപാടുള്ളവർ ഉയർത്തിയ വാദമാണ്. സമാനമായൊരു നിലപാടിലേക്ക് തന്നെ ഇതിൻ്റെ സാഹചര്യം മാറുന്നു എന്നതാണ്. എന്തായാലും അപർണ സൂചിപ്പിച്ചതുപോലെ സംഘർഷ രംഗങ്ങളോ ഏറ്റുമുട്ടലുകൾക്കോ ഒന്നും നിലവിൽ അതിൻ്റെ സാഹചര്യം അവിടെ ഇല്ല. കാരണം ആരും ഇതിനെ ക്ലെയിം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല.